അൽഹംദുലില്ലാഹി കഫാ അസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ ശാരീരിക, മാനസിക, സാമൂഹിക, രാഷ്ട്രീയ, പ്രാദേശികമായ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധികളിൽ ഖൈറായ വിധികൾ നൽകി അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിധികളിൽ സംതൃപ്തരാവുക, നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹങ്ങൾ ചിലപ്പോൾ മുടങ്ങിപ്പോവാറുണ്ട്. അത് അല്ലാഹുവിൻ്റെ ഒരു വിധിയാണ്. പറഞ്ഞു വെച്ച ജോലികൾ ഒരുപക്ഷെ നഷ്ടപ്പെടാറുണ്ട്. അതും അല്ലാഹുവിൻ്റെ ഒരു വിധിയാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മരണങ്ങൾ കടന്നു വരാറുണ്ട്. അതും അല്ലാഹുവിൻ്റെ വിധിയാണ്. പ്രായമായിട്ടും വിവാഹ ഭാഗ്യം ലഭിക്കാതിരിക്കുക എന്നുള്ളതും അല്ലാഹുവിൻ്റെ ഒരു വിധിയാണ്. കല്യാണം കഴിച്ചിട്ടും സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും അല്ലാഹുവിൻ്റെ വിധിയാണ്. നല്ല ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ കിടന്നു പോവുക എന്നുള്ളതും അല്ലാഹുവിൻ്റെ വിധിയാണ്. ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദുർബലനാണ്, നിസ്സഹായനാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ മട്ടും ഭാവവും അവന്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അറിവും കാര്യങ്ങളുമൊക്കെ വെച്ച് ചിലപ്പോൾ ഞാനടക്കമുള്ള മനുഷ്യന് തോന്നിപ്പോകും എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരാളാണ്. പണമുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും സമ്പന്നനായ ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നാളെ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാൻ മാത്രം മനുഷ്യൻ യോഗ്യനല്ല. മനുഷ്യന് ആവശ്യത്തിൽ കഴിവ് കൊടുത്തിട്ടില്ല. എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ്. അവന്റെ വിധികൾക്ക് വിധേയപ്പെടുക എന്നുള്ള ചെറിയ ഒരു പ്രവർത്തനം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതും നമ്മുടെ പ്രവർത്തനമല്ല, വിധേയപ്പെടേണ്ടി വരും. അതാണ് ഖുർആനിൽ സൂറത്ത് അർ-റഅദിലെ 8-ാമത്തെ വചനം അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ. നിശ്ചയം ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നത് എന്താണെന്ന് അല്ലാഹുവിനറിയാം. അഥവാ ഗർഭം ധരിക്കാൻ പോകുന്ന ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളർന്നു വരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, അവന്റെ സ്വഭാവം എന്ത്, അവന്റെ നിറമെന്ത്, അവന്റെ വൈകല്യങ്ങൾ എന്ത്, എല്ലാം ഗർഭസ്ഥ ശിശുവിനെ നമ്മൾ പരിശോധന നടത്തുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായ ചില വിഷയങ്ങൾ മാത്രമേ സ്കാനിങ്ങിലൂടെ ഡോക്ടേഴ്സിന് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ കുഞ്ഞിന്റെ നിറം, ആ കുഞ്ഞിന്റെ സ്വഭാവം, ആ കുഞ്ഞിന്റെ സംസ്കാരം, അങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടെല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ ഗർഭാശയം കമ്മി വരുത്തുന്ന, കുറവ് വരുത്തുന്ന, വർധനവ് വരുത്തുന്ന ആ രക്തസമ്മർദ്ദമടക്കം, ഹൃദയമിടിപ്പുകൾ അടക്കം അറിയുന്നവൻ അല്ലാഹുവാണ്. മാത്രമല്ല വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഏതൊരു കാര്യവും അല്ലാഹുവിന്റെ അടുക്കൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ്.
അപ്പോ ഏതൊരു കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമേ സംഭവിക്കൂ എന്ന കാര്യത്തിൽ ഏതൊരു വിശ്വാസിയും അടിയുറച്ച് വിശ്വസിക്കണം. അത് അവന്റെ ആദർശമാകണം, അവന്റെ വിശ്വാസ കാര്യമാകണം. അതാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമായി അൽ ഈമാനു ബിൽ ഖദർ, ഖദർ കൊണ്ടുള്ള വിശ്വാസം. ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അത് നല്ലതാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ടതാണെങ്കിലും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യന് സമാധാനം ഉണ്ടാവുക, അവിടെ മാത്രമാണ് അവന് ശാന്തി ഉണ്ടാവുക, അവിടെ മാത്രമാണ് അവന് പ്രതീക്ഷ ഉണ്ടാവുക, അവിടെ മാത്രമാണ് അവന് വിജയം ഉണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി വിപരീതമായി നാം പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറമായ ഒരു വിധി നമ്മളിലേക്ക് വന്നാൽ ഈ ഒരു വിശ്വാസമില്ലെങ്കിൽ നാം നിരാശപ്പെടും, നാം സങ്കടപ്പെടും, നാം അസ്വസ്ഥരാകും. അസ്വസ്ഥരായിട്ട് എന്ത് കാര്യം? ബേജാറായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നേരെ മറിച്ച് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക മാത്രമാണ്, ആ വിശ്വാസം മാത്രമാണ് പരിഹാരമായ ഒരു കാര്യം, കരണീയമായ ഒരു കാര്യം. അത് മാത്രമാണ്. അതാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ശക്തിയുള്ള ഒരു വിശ്വാസിയാണ്. ഏതാണ് ഈ ശക്തിയുള്ള വിശ്വാസി? നല്ല ആരോഗ്യമുള്ള ഒരു വിശ്വാസി എന്നത് അർത്ഥമുണ്ട്. അതിന്റെ അപ്പുറം ശക്തിയുള്ള ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ട് അവൻ ശക്തിയുള്ളവനാണ്. വഫീ കുല്ലിൻ ഖൈറുൻ, അവന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഖൈർ അവൻ കാണുക എന്നുള്ളതാണ്. അതിന്റെ പിന്നാമ്പുറം ഒരു ഖൈർ ഉണ്ടാകുമെന്നൊരു ചിന്ത അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് രോഗം വരുമ്പോ അതിന്റെ പിന്നിൽ ഒരു ഖൈറുണ്ട്. നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോ അതിന്റെ പിന്നിൽ ഖൈറുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണ് വിശ്വാസം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മകൻ മരിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഡോക്ടേഴ്സ് തീരുമാനിച്ചിട്ട് കാര്യമില്ല, ആരും തീരുമാനിച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ നടക്കട്ടെ എന്നൊരു വിശ്വാസമാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോ അവന്റെ മനസ്സ് ശാന്തമാകും. അതാണ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇഹ്രിസ് അലാ മാ യൻഫഉക. എന്നാൽ നീ നിഷ്ക്രിയനായിട്ട് നിൽക്കാൻ പാടില്ല. നീ വാഹനം എടുത്ത് പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആകുമെന്ന് ബേജാറായിട്ട് വാഹനം എടുത്ത് പോകാതിരിക്കലല്ല. നീ ബിസിനസ്സിൽ നഷ്ടമാകുമെന്ന് വിചാരിച്ച് ബിസിനസ് ചെയ്യാതിരിക്കലല്ല. സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കലല്ല. നീ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഉപകാരപ്രദമായതൊക്കെ നീ ചെയ്യുക. എന്നിട്ട് പടച്ചവനോട് നീ സഹായം ചോദിക്കുക. വലാ തഅജസ്, നീ ഒരിക്കലും ഭീരുവാകരുത്, നിഷ്ക്രിയനായിട്ട് നിൽക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ നീ വ്യാപൃതനാകുന്ന ഘട്ടത്തിൽ ഒരു മുസീബത്തായിട്ട് നിനക്ക് ബാക്കിയായാൽ ഫലാ തഖുൽ, ഒരിക്കലും നീ പറഞ്ഞു പോകരുത്, ലൗ അന്നി ഫഅൽതു കാന കദാ കദാ, ഞാൻ ഇത് ചെയ്തത് ആണല്ലോ അത് സംഭവിച്ചത് എന്ന് പറയരുത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് പറയരുത്. വലാകിൻ ഖുൽ, നീ ഇവിടെ പറയേണ്ടത് എന്താണ്? ഖദറുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഖദറാണ്. വമാ ശാഅ ഫഅല, അവൻ ഉദ്ദേശിച്ചതെന്തോ അത് സംഭവിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. ബന്ധുമിത്രാദികൾ മരണപ്പെട്ടാൽ വാവിട്ട് കരയരുത് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ് ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി, ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. അതാണ് വാവിട്ട് നിലവിളിച്ച് കളഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവിടെ നിശ്ചയദാർഢ്യതയോടുകൂടെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുക, ക്ഷമ കൈകൊണ്ടുകൊണ്ട് നിൽക്കുക. അവിടെയാണ് ക്വാളിറ്റി. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. മാത്രമല്ല അത് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. മരണം എന്നത് കേവലം ഒരു ഉദാഹരണം മാത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്നൽ ലൗ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ, വണ്ടി എടുത്ത് പോയില്ലായിരുന്നുവെങ്കിൽ മരിക്കില്ലായിരുന്നു എന്നൊരു ലോ പറയലുണ്ടല്ലോ.
ആ ലൗ എന്നുള്ളത് തുഫ്തഹു അമലു ശൈത്താൻ, അവിടെയാണ് പിശാചിന്റെ ബാധകൾ ഉണ്ടാവുന്നത്. നമ്മൾ ഒരു കല്യാണം കഴിച്ച് സന്താനമുണ്ടായപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു സന്താനത്തെ കിട്ടിയില്ല. ഒന്നുകിൽ കാഴ്ചയില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഒരിക്കൽ പോലും നീ ആലോചിക്കരുത് ഈ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ദുരന്തമുണ്ടായത്. അല്ലെ, സമ്പന്നമായ ഒരു വീടാണ്, സന്തോഷകരമായ ഒരു വീടാണ്. ആ വീട്ടിലേക്ക് ഒരു പുതിയൊരു മരുമകൾ കടന്നു വന്ന ശേഷം ഉമ്മക്ക് എന്തെങ്കിലും അസുഖമായി, അല്ലെങ്കിൽ അതുവരെയുള്ള ബിസിനസ് ഒന്ന് പൊട്ടിപ്പോയി, ജീവിതത്തിന് ഒരു സുഖം നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മൾ പറഞ്ഞു പോവാണ്, പുതിയൊരാൾ കടന്നു വന്നത് കൊണ്ട് സംഭവിച്ച മുസീബത്താണ്. അങ്ങനെ പറയാൻ പാടില്ല. അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അഥവാ സംഭവിക്കുന്ന മുസീബത്തുകൾ, കാര്യകാരണങ്ങൾ മനുഷ്യരെ നിങ്ങൾ നിർണയിക്കരുത്. അത് അള്ളാഹുവാണ് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഒരു ഒറിജിനൽ വിശ്വാസിയുടെ ക്വാളിറ്റി. ഒരു ഒറിജിനൽ വിശ്വാസികൾ അങ്ങനെയാകണം. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുലർച്ചെ 1-ലധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ഈ ദുരന്തത്തിൽ 417 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു ഉതിർന്നു വീണു. അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി വന്നു. ജനവാസ പ്രദേശത്ത് അത് വിഴുങ്ങാണ് പിന്നീട് ചെയ്തത്. മിനിറ്റുകൾ കൊണ്ട് ഒരു പ്രദേശം മുഴുവനും മണ്ണിനടിയിലായി പോകുന്ന ഭീകരമായ ഒരവസ്ഥ. എല്ലാം ഇല്ലാതെയായി. ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒരു ഉരുൾപൊട്ടലാണ്. 227 പൂർണ്ണമായ മൃതദേഹങ്ങളും 190 ശരീര അവശിഷ്ടങ്ങളുമാണ് കിട്ടിയത്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ദയനീയമാണ് അവസ്ഥ. ടോട്ടൽ 417 മരണം സ്ഥിരീകരിക്കപ്പെട്ടു. 150-ലധികം മനുഷ്യ മക്കളെ ഇന്നും കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ വിധിയാണ്. എന്ത് പറഞ്ഞിട്ടാണ് നാം ആശ്വസിക്കുക? എന്ത് പറഞ്ഞുകൊണ്ടാണ് നാം ആശ്വസിപ്പിക്കുക? മതനിഷേധികളായ ആളുകൾക്ക് ഉത്തരമുണ്ടാവില്ല. അള്ളാഹു എന്ന ഏകനായ ഒരു സത്യത്തെ വിശ്വാസിക്കാത്ത ആളുകള് വാവിട്ടുകറിയും. ഈ ദുനിയാവ് ശാശ്വതമായ ദുനിയാവാണ്. ഈ ദുനിയാവിൽ സ്വർഗം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാവുക. നേരെമറിച്ച് ഈ ദുനിയാവ് താൽക്കാലികമാണെന്ന ചിന്താധാര വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് സൗഭാഗ്യം കിട്ടിയാൽ സൗഭാഗ്യമാണ്, എന്നാൽ നഷ്ടങ്ങൾ സംഭവിച്ചാലും സൗഭാഗ്യങ്ങളാണ്. അതാണ് വിശ്വാസിയുടെ ക്വാളിറ്റി. അത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ള കാരണം, 1 വർഷമായി ആ ഒരു ദുരന്തം നടന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് നല്ല നല്ല വഴികൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മരണം വരിച്ച ആളുകൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ പദവി നൽകി പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു അറബി കഥയുണ്ട്. മരപ്പണിക്കാരനായ ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് രാജാവ് മരണം വിധിച്ചു. കഥയാണ്, ഹദീസിലുള്ളതല്ല. മരപ്പണിക്കാരനായ ഒരു വ്യക്തിക്ക് രാജാവ് മരണം വിധിച്ചു. ഭാര്യ അയാളോട് പറഞ്ഞു, നിങ്ങൾ സുഖമായി ഉറങ്ങുക, മോചനത്തിന്റെ കവാടം നിങ്ങൾക്ക് അല്ലാഹു തുറന്നു തരും. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സുന്ദരമായിട്ട് ഉറങ്ങി. നേരം വെളുത്താൽ അയാൾക്ക് മരണമാണ്, തൂക്കുകയറാണ്. നേരം വെളുത്തപ്പോൾ പാറാവുകാരത വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പാറാവുകാർ കതക് മുട്ടി. വിറക്കുന്ന കൈകളോടുകൂടെ അയാൾ കതക് തുറന്നു. മരണത്തെ മുഖാമുഖം കാണുന്നൊരു നിമിഷം. ഭാര്യ വിഷമത്തോടുകൂടി അദ്ദേഹത്തെ നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞില്ലേ? ആ സമയത്ത് പാറാവുകാരൻ പറഞ്ഞു, രാജാവ് മരിച്ചിരിക്കുന്നു, നിങ്ങൾ ശവപ്പെട്ടി ഉണ്ടാക്കണം. അയാൾ സന്തോഷത്തോടെ ഭാര്യയെ നോക്കി വീട് വിട്ടിറങ്ങി. അഥവാ നമ്മൾ ഊഹിക്കുന്നത് പോലെയുള്ള പടച്ച റബ്ബ് തീരുമാനിക്കുന്നത്, രാജാവ് മരണം വിധിച്ചാൽ ആദ്യം ആര് മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. നാളെ ഞാൻ മരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, ബേജാറായിട്ട് കാര്യമില്ല. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എല്ലാം ഖൈറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, വിധികൾ അനുകൂലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ വിധികളും അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുക.
അവിടെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സന്തോഷമുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികൂലമായ വിധികൾ വരുമ്പോ, വീടുകളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, ബിസിനസ്സിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോ, ആരോ എന്തോ ചെയ്തിട്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്നുള്ള മൂഢമായ ഒരു വിശ്വാസമുണ്ടല്ലോ. എന്തിനാണ് വിശ്വാസം? അങ്ങനെ വിശ്വസിക്കരുത്. അള്ളാഹുവിന്റെ ഖദറുകളായി വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മൂഢമായ വിശ്വാസങ്ങളിലേക്ക് അവൻ പോവുകയില്ല. അതാണ് എല്ലാ സുബ്ഹി നിസ്കാരത്തിലും നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത്, വഖിനാ ശർറ മാ ഖളൈത്. അള്ളാഹുവേ, നീ വിധിച്ച എല്ലാ വിധികളും നീ എനിക്ക് ഖൈറാക്കി നൽകണമേ. എന്തെങ്കിലും ഷർറുകൾ നീ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തട്ടിമാറ്റണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധികളും നമുക്ക് അനുകൂലമാക്കി മാറ്റുമാറാവട്ടെ. ഷർറായ വിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് ആ ഷർറിന്റെ വിധികളൊക്കെ നമ്മിൽ നിന്ന് അകറ്റി മാറ്റുമാറാവട്ടെ. കുടുംബപരമായി സാമ്പത്തികമായി ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ റബ്ബേ, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ. നാഥാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.